പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 10ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന പാർട്ടാണ് നമ്മൾ നടക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യാം, അതേപോലെ തന്നെ ലോറൻസ് കർവ് എന്താണ് എന്നുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സിലബസിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് പബ്ലിക് എക്സാമിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%പ്പെട്ട ഒരു ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിന് ഏകദേശ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെടുക്കാനുള്ളത് ഇതിൻ്റെ അവസാന ഭാഗമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യാം എന്നതാണ്. ഇന്റീരിയർ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ √(σ)(f)(d²). ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആക്ച്വൽ, അസ്യൂമഡ്, നമ്മൾ എല്ലാ മെത്തേഡും കൂടെ ചെയ്യുന്നില്ല. എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് മാത്രം കൂടെ ഇക്വേഷൻ മാത്രം പറയണം. √(σ)(f)(d²)/n. ഡിസ്ക്രീറ്റ് സീരീസിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ മീൻ കണ്ടാലാണ് ഡി കിട്ടുള്ളൂ. മീൻ കാണാതെ (σ)(fm)/n ആണ്. ഒരു ക്വസ്റ്റ്യൻ അതുണ്ട്, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കണ്ടിന്യൂസ് സീരീസ് പറയുമ്പോൾ ഇവിടെ x ഉണ്ടാവും, f ഉണ്ടാവും. അതിന് പുറമെ ക്ലാസ് ഇന്റർവെല്ലായിട്ടായിരിക്കും ഡാറ്റകൾ തന്നിട്ടുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണ്ടത് d വേണം. d² d കാണണമെങ്കിൽ മീന് വേണം. മീന് കാണണമെങ്കിൽ fm ആണ്. അപ്പൊ m കാണും. m പറയുമ്പോൾ ഇതിന്റെ മിഡ് വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 0-ന് 2-ന് മിഡ് എത്ര? 1 ആണ്. 2-ന്റെ 4-ന് മിഡ് 3, 4-ന്റെ 6-ന് മിഡ് 5, 6-ന്റെ 8-ന്റെ 7. പിന്നെ അടുത്തത് fm. fm എന്ന് പറയുമ്പോൾ f × m ആണ്. 1 × 1 = 1, 2 × 3 6, 3 × 5 15, 4 × 7 28. അപ്പൊ എത്ര നോക്കാം? 1 6 7, 15 7 22 കേട്ടോ. 22 8 30, 20 50. ഇതാണ് (σ)(fm). 28 33 43 6 49 50. n എത്ര നോക്കാം? 4 7 2 9 10. ഇക്വേഷനിൽ കൊടുക്കാം മീൻ കാണാൻ കേട്ടോ. അപ്പൊ മീൻ = (σ)(fm)/(σ)(f) ആണ്. f എന്നാണ് 50/10 = 5 ആണ്. ഇനി അടുത്തത് നമുക്ക് d² ആണ് വേണ്ടത്. d ആണ് കാണുന്നത് കേട്ടോ. d കാണുന്നത് എങ്ങനെയാണ്? ഓരോ ഐറ്റം മീനിന്ന് കുറക്കണം. d കാണുന്നത് m - m, ഈ മിഡ് വാല്യൂ കുറക്കണം. m - മീൻ എത്രയാണ്? 5 ആണ്. m - മീനാണ്. m ന്ന് മീന് കുറക്കാവുന്നതാണ്. അതാണ് d എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ m എത്രയാണ്? 1 ആണ്. 1 - മീൻ എത്ര? 5. 3 - 5, 5 - 5, 7 - 5. അപ്പൊ എത്ര വരും? -4 -2 0 2. അടുത്ത കോളം d² ആണ്. 14-ന്റെ സ്ക്വയർ എത്ര എന്നുള്ളത് 14 × 14 ആണ്. മൈനസ് ഒക്കെ പ്ലസ് ആവും കേട്ടോ. 14 × 14 എത്ര? 196 ആണ് എന്റെ ഓർമ്മയിൽ. നോക്കാൻ പറ്റും. ഓക്കെ, 196. 2-ന്റെ സ്ക്വയർ 4 0 4. പിന്നെ നമുക്ക് വേണ്ട fd² ആണ്. fd² എന്ന് പറഞ്ഞാൽ f × d² ആണ്. ഫസ്റ്റത്തെ f എത്രയാണ്? 1 ആണ്. 1 × 196. അടുത്തത് 2 × 4, 3 × 0, 4 × 4. അപ്പൊ 196 8 0 16. ഇതാണ് (σ)(fd²) എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. 196 × 8 പോയാൽ 204, 204 6 210, 10 220 ആണ്.
ഇനി ഇക്വേഷനിൽ കാണാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ആണ്. അപ്പൊ സിഗ്മ എഫ് ഡി സ്ക്വയർ എത്രയാണ്? 220 ഡിവൈഡ് ബൈ n കാണുമ്പോൾ 10. അപ്പൊ എത്രയാണ്? ഈ റൂട്ട് 22. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. കാൽക്കുലേറ്ററിൽ റൂട്ട് 22 എത്ര എന്നുള്ളത് ആൻസർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റൂട്ട് 22 എന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ ആൻഡ് ലോഗരിതം ടേബിൾ കയ്യിൽ വെച്ച് നോക്കുക. അത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടും, റൂട്ടുകളൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ പറയാൻ ലോറൻസ് കർവാണ്. ലോറൻസ് കർവ് വിശദമായിട്ട് പറയാനില്ല, എന്നാലും 1 മാർക്കിന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലോറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനെ ഗ്രാഫ് രൂപത്തിൽ നമ്മൾ ഡിസ്പേസ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഡാറ്റകളെ കുമുലേറ്റീവ് ഫ്രീക്വൻസികളാക്കി അത് ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് എന്താണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതുവരെ എടുത്തതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. NSന്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാം. ഗൾഫിലുള്ളവർക്കും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാം. അവർ ലീവിന് വരുന്ന സമയത്തേക്ക് നമ്മുടെ എക്സാമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ എക്സാം സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ പരീക്ഷ എഴുതാവുന്ന SSLC +2 നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു പോലുള്ള നല്ല യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങളിലും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.